ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാ മിസ് ആണ്. നമ്മുടെ 6ാം ക്ലാസ് സോഷ്യൽ സയൻസിന്റെ എക്സാം ആണല്ലേ 1-ാം തീയതി എന്ന് പറയുന്നല്ലേ. അപ്പൊ അന്ന് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വാസ്തുവിദ്യയിൽ എന്ന വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ മുഗൾ സൽത്തനത്ത് കാലഘട്ടത്തിലെ ചില നിർമ്മിതികളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക അല്ലെ. എന്താണ്? ഐഡന്റിഫൈ ദ കൺസ്ട്രക്ഷൻ ആൻഡ് റൈറ്റ് ദയർ നെയിംസ്. ഈ ഒരു കൺസ്ട്രക്ഷന്റെ പേരിലെ എന്തൊക്കെയാണ് പേരെന്ന് നോക്കുക. എന്തൊക്കെയാ പേര്, എന്തൊക്കെയാ അവിടെ നമുക്ക് എഴുതാം അല്ലെ. എന്തൊക്കെയാ പേരെന്ന് പറയുന്നത്? യെസ്, താജ്മഹല്, ചെങ്കോട്ട, ഹുമയൂണിന്റെ ശവകുടീരം. ഇതൊക്കെയാണ് എന്താ? ഇതൊക്കെയാണ് അല്ലെ. ആദ്യത്തെ എന്താണ്? താജ്മഹലാണ്. ആദ്യത്തേത് താജ്മഹലാണ്. പിന്നെയോ യെസ്, റെഡ് ഫോർട്ട് ഉണ്ട്. ഇതോ ഹുമയൂൺ അല്ലെ. ഹുമയൂണിന്റെ എന്താണ്? ടോം. ഇതൊക്കെയാണ് എന്താ? ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലെ. ഇതൊക്കെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ഓഫ് ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സുൽത്തനേറ്റ് മുഗൾ പീരീഡ്. ആ ഒരു സമയത്ത് വന്നിട്ടുള്ള എന്താ ക്വസ്റ്റ്യൻ ആണ്? സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലുണ്ടായ വാസ്തുവിദ്യാ രീതിയുടെ പേരെന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെ. എന്താണ് ആൻസർ? യെസ്, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയാണ്. പിന്നെയുള്ള സി ക്വസ്റ്റ്യൻ, റൈറ്റ് യു ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. ഈ ഒരു ശൈലിയുടെ പ്രത്യേകതകൾ 2 പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാ പ്രത്യേകതകൾ? ആർച്ചസ് ഉണ്ട് അല്ലെ. ആർച്ചസ് അഥവാ എന്താണ്? കമാനങ്ങൾ ഉണ്ട്. ദെൻ ഡോംസ്, താഴികക്കുടങ്ങൾ. ദെൻ മിനാരങ്ങൾ. ഇതൊക്കെയാണ് എന്താ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അല്ലെ. പിന്നെയോ യെസ്, ബിൽഡിങ്സ് ഒക്കെ എന്താണ്? ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ എന്താ കാവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫ്ലവേഴ്സിന്റെയും പ്ലാന്റ്സിന്റെ ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മോട്ട്, കുമ്മായം. റെഡ് സാൻഡ് സ്റ്റോൺ, ചുവന്ന കല്ല്. മാർബിൾസ്. ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബൈ.